Okay, good afternoon, all of you. All of you mark your attendance. Please mark your attendance. Okay. Last class നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസണിന്റെ അതായത് കുറുക്കൻ രാജാവായ കഥ എന്ന ലെസണിന്റെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ഏതാ മാതൃക പോലെ എഴുതാം. പേജ് നമ്പർ 60. പേജ് നമ്പർ 60. പേജ് നമ്പർ 60. 60. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എവിടെ തന്നിട്ടുണ്ട്? സിംഹം മട. ഓൾ ഓഫ് യു ലിസൺ. എടുത്തു എല്ലാവരും. പേജ് നമ്പർ 60. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതില് സിംഹം മട എങ്ങനെ തന്നിട്ടുള്ളത്? എക്സാമ്പിൾ സിംഹത്തിന്റെ മട അല്ലെ? ഇന്റെ എന്ന പ്രത്യേകം അവിടെ ചേർത്തിട്ടുണ്ട് അല്ലെ? അപ്പോ സിംഹത്തിന്റെ. നെക്സ്റ്റ് താഴെ കണ്ടോ, കുറുക്കൻ കൗശലം. എങ്ങനെ എഴുതണം നമ്മള്? വെരി ഗുഡ്. കുറുക്കന്റെ അല്ലെ? ഇന്റെ ഉടെ അല്ലെ? ഇതൊക്കെയാണ് പ്രത്യേകത. അപ്പോ ഈ കുറുക്കന്റെ കൗശലം എഴുതണം നമുക്ക്. ഓക്കെ, കുറുക്കന്റെ കൗശലം എഴുതാം. പേജ് നമ്പർ 60. 60ാമത്തെ പേജ്. All of you please listen. പേജ് നമ്പർ 60. അതില് ഫസ്റ്റ് നമ്മൾ ആ മുകളിൽ തന്നെയുള്ളതാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എഴുതേണ്ട ഏതാ? കുറുക്കന്റെ കൗശലം. കൗശലം ചിഹ്നം മാത്രമാണ്. എഴുതുമ്പോ തെറ്റുന്നുണ്ടോ? കുറുക്കന്റെ നോക്കി എഴുതും. ചെവി. കുറുക്കന്റെ കൗശലം ഇവിടെ എഴുതിയ കാണില്ലേ മക്കളെ? ഓക്കെ, കുറുക്കന്റെ കൗശലം. നെക്സ്റ്റ് വൺ എന്താ? മുയൽ ചെവി. മുയലിന്റെ ചെവി അല്ലെ? നമുക്ക് എന്ത് എഴുതണം? ഇന്റെ. മുയലിന്റെ. കുറുക്കന്റെ ചെവി. മുയലിന്റെ. കുറുക്കന്റെ മുയൽ ചെവി. കൊമ്പ്. മാനിന്റെ കൊമ്പ്. അല്ലേ? ചിന്നൂടണം അല്ലേ? വെരി ഗുഡ്. പറഞ്ഞുകൊണ്ട് എഴുതട്ടോ. മുയലിന്റെ ചെവി. നെക്സ്റ്റ് മാൻ കൊമ്പ്. അപ്പൊ മാനിന്റെ ചിന്നിടുക. എന്നിട്ട് എന്ത് ചെയ്യണം? എഴുതുക. ഈ ചിന്നിട്ടു. ഇന്റെ.
ഇന്റെ മാനിന്റെ കൊമ്പ്. യെസ്. ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയോ? വെരി ഗുഡ്. മാനിന്റെ കൊമ്പ്. നെക്സ്റ്റ് നോക്കിയേ, അവിടെ മാറി, ഇന്റെ പോയി ഉടയായി അല്ലേ? എന്താണ് നോക്കിയ അടുത്തത്? ആന തുമ്പിക്കൈ. ആനയുടെ തുമ്പിക്കൈ അല്ലെ? ഉടേ എന്ന സംബന്ധിക പ്രത്യയം അവിടെ വന്നു. അപ്പൊ ആനയുടെ തുമ്പിക്കൈ അല്ലെ? ഇന്ത്യയുടെ പ്രത്യയങ്ങളിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ മുതിർന്ന ക്ലാസ്സിൽ എത്തുമ്പോ പറഞ്ഞുതരാൻ വിചാരിച്ചാൽ ഇപ്പൊ മിസ് പറയാത്ത കേട്ടോ. അപ്പൊ ഇവിടെ സംബന്ധിക പ്രത്യയത്തിന്റെ വിഭക്തിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ വരുന്നത്. ഇന്ത്യ ഉടേ എന്ന പ്രത്യയ രൂപങ്ങളാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത്. പറഞ്ഞോ. എന്തോ നോട്ട്ബുക്കിലേക്ക് എഴുതുന്നില്ല, നിങ്ങൾ പഠിച്ചാ ആനേന്റെ തുമ്പിക്കൈ നമ്മള് വർണ്ണിക്കുന്നതാണ്. ആനയുടെ തുമ്പിക്കൈ അല്ലേ? ഇവിടെ നോക്ക്, പുലി നഖം അല്ലെ? ഇത് നമ്മള് ഇതുപോലെ എങ്ങനെയാ മാറ്റുക? പുലിയുടെ നഖം. പുലിയുടെ നഖം. അടുത്ത പുലിയാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? ആനയുടെ തുമ്പിക്കൈ അവിടെ ഉണ്ട്. ഇനി പുലിയുടെ നഖം. യു എഴുതിയിട്ട് ഊച്ചിനത്. അപ്പൊ ഇന്റെ ഉടേ എന്നീ രണ്ട് സംബന്ധിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ? ഇവിടെ പുലിയുടെ നഖം. എന്താടാ? പുലിയുടെ നഖം. അടുത്ത കടുവയുടെ എന്ത്? ചാട്ടം. കടുവയുടെ ചാട്ടം. കാണുന്നില്ല മിസ്. ഈ താഴത്തിൽ കാണുന്നില്ല. മുകളിൽ എഴുതാട്ടോ. ഓ നേരത്തെ അയച്ചു തന്നായിരുന്നു. ആര്? സർഗ. സർഗ എന്നടാ? ഞാൻ നേരത്തെ അയച്ചു തന്നായിരുന്നു. ഓ എഴുതിയിട്ട് അയച്ചോ സർഗക്കുട്ടി? ഓക്കെ, വെരി ഗുഡ്. കടുവയുടെ ചാട്ടം. കടുവയുടെ ചാട്ടം. നെക്സ്റ്റ് മുതലയുടെ കണ്ണീർ. ഒന്നുകൂടി ഇവിടെ എഴുതാനുണ്ട്. എല്ലാം കൂടെ മുകളിലാവുക. മുതലയുടെ മുതലയുടെ കണ്ണീർ. കണ്ണുനീരല്ലേ? കണ്ണീരിനെല്ലാം അവിടെ ഉണ്ട്. യുടേനെ എഴുതിട്ടുണ്ട് അല്ലേ? ഓക്കെ, മുതലയുടെ കണ്ണീർ എഴുതിയോ? അപ്പൊ എന്തൊക്കെ എഴുതിയത് നമ്മള് മൊത്തം ഒന്ന് വായിക്കാം മിസ്. നൈജൽ എഴുതിയെടുത്തേ മോനെ. സിംഹത്തിന്റെ മട, കുറുക്കന്റെ കൗശലം, മുയലിന്റെ ചെവി, മാനിന്റെ കൊമ്പ്. ഫസ്റ്റ് വന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ആന തുമ്പിക്കൈ എന്നുള്ള ആനയുടെ തുമ്പിക്കൈ, പുലിയുടെ നഖം, കടുവയുടെ ചാട്ടം, മുതലയുടെ കണ്ണ്. നെക്സ്റ്റ് വരുന്നത് യുടെ എന്നാണ് ചേർക്കേണ്ടത്. മിസ് കംപ്ലീറ്റ്. യെസ്, വെരി ഗുഡ്.
Miss complete. Okay. Complete, Miss. Very good. Complete. Complete. അപ്പൊ നെക്സ്റ്റ് വർക്കിലേക്ക് പോയിക്കോട്ടെ. Complete. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോയിക്കൂടെ? കംപ്ലീറ്റ് ആണോ എല്ലാവർക്കും? Yes. യെസ്, വെരി ഗുഡ്. കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് എന്താ എഴുതേണ്ടത് നോക്കിയേ. എഴുതി കഴിഞ്ഞില്ലേ? ഓ അതെയാ, ഇതാ എഴുതിക്കോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വർക്ക് എന്താ നോക്കിയ മക്കളെ എല്ലാവരും? അതിന് തൊട്ട് താഴെ എഴുതേണ്ട പേര് എഴുതിയെടുക്കണേ കംപ്ലീറ്റ്. വളർത്തു ജീവികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അല്ലെ? ഇവിടെ താഴെ വളർത്തു ജീവികൾ ഏതെല്ലാം എന്ന്. ഓക്കെ, എന്റെ പൂച്ച. ഡേഷ് എന്താ എഴുതേണ്ടത്? ഡേഷ് തത്ത എന്നുണ്ട് അല്ലേ? എന്താ എഴുതേണ്ടത് നമുക്ക്? അപ്പൊ എന്റെ പക്ഷേ ഉപയോഗിക്കുക വേണ്ട അല്ലേ നമുക്ക്? ഇത് മക്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ? എന്റെ പൂച്ച, എന്റെ തത്ത. എന്റെ എന്നാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? എന്റെ തത്ത. പിന്നെയോ എന്റെ ഏതൊക്കെയോ വളർത്തു ജീവികളുടെ പേര് പറഞ്ഞോ? എന്റെ മുയൽ, എന്റെ തത്ത പറഞ്ഞു അല്ല, എന്റെ പട്ടി അല്ലെങ്കിൽ എന്റെ നായ അല്ലെ? പിന്നെയോ എന്റെ കോഴി, എന്റെ പക്ഷി. ഏത് പക്ഷി? നെക്സ്റ്റ് പിന്നെ എന്റെ ആട്. അപ്പൊ ആദ്യത്തേൽ നമ്മൾ എഴുതേണ്ടത് എന്റെ പൂച്ചാന്ന് മുഴുവനും അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് റോയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ആ വര നമ്മൾ എന്റെ എന്നുള്ളത് ഫില്ല് ചെയ്യണം. അടുത്ത റോയിൽ എന്റേന്ന് അവിടെ തന്നിട്ടുണ്ട്. ഏതോ ഒരു വളർത്തു ജീവിയുടെ ഏതെങ്കിലും ഒരു വളർത്തു ജീവിയുടെ പേര് അവിടെ എഴുതണം. എന്റെ എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ മുയൽ. ഓക്കെ, മുയൽ എഴുതാം. അടുത്തതിൽ എന്താ എഴുതേണ്ടത്? എന്റേന്നും എഴുതണം, പിന്നെ ഒരു വളർത്തു ജീവിയുടെ പേരും കൂടെ എഴുതണം അല്ലേ? പിന്നെ അടുത്തതിലും അതേപോലെ എഴുതണം, വേറെ ഒരു വളർത്തു ജീവിയുടെ പേര്. ഓക്കെ, അപ്പൊ മനസ്സിലായോ മക്കൾക്ക് എങ്ങനെ ചെയ്യണത്? അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഏതൊക്കെ വളർത്തു ജീവികളുണ്ട് നമുക്ക് എഴുതാം. ഇത് കംപ്ലീറ്റ് ആണോ മക്കളെ? ക്ലിയർ ചെയ്തോട്ടെ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ എന്റെ പൂച്ച രണ്ടാമത്തേല് എന്റേന്ന് എഴുതണം. എന്റേന്ന് എഴുതിയ മക്കള് എന്റെ അതിന് തൊട്ട് മുകളിലും ഉണ്ട് എന്റെ. ഇത് എഴുതിയോ? അപ്പൊ നിങ്ങൾ എന്റെ എന്ന് പറഞ്ഞ് നിങ്ങൾ വളർത്തുജീവികളുടെ പേര് എഴുതുമ്പോൾ നിങ്ങൾക്ക് വളർത്തു മൃഗങ്ങളോടുള്ള എന്ത് സ്നേഹാണ് ഇവിടെ അറിയാം. ഇതിനു വേണ്ടിയേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഏതൊക്കെ വളർത്തുജീവികളെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്റെ തത്ത എന്നുള്ളതിന് തൊട്ട് മുന്നേ നിങ്ങൾ അത് എഴുതണം. നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? എന്റെ അവിടെ ഉണ്ട്. ആ ഡേഷിനടുത്ത് മുയൽ എഴുതിക്കോ. കംപ്ലീറ്റ്. എന്തൊക്കെ എഴുതിയതൊന്ന് വായിച്ച ശേഷാണ്. എന്റെ പൂച്ച, എന്റെ തത്ത, എന്റെ മുയൽ, എന്റെ പട്ടി, എന്റെ ആട്. എന്റെ പൂച്ച, എന്റെ തത്ത, എന്റെ പട്ടി, എന്റെ പട്ടി, പിന്നെയോ എന്റെ പശു. അടുത്ത ശരിയായിട്ടുണ്ട്. എന്റെ എഴുതിയിട്ടാണ് എന്റെ ആട്. എന്റെ ആട്. അടുത്തതിൽ നമുക്ക് എന്ത് എഴുതണം? എന്റെ ആട്. എന്റെ ആട്. എന്റെ ആട്. പൂച്ച, എന്റെ തത്ത.
ഓക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? All of you finish. അപ്പൊ ഇത്രയും എഴുതിയാൽ അത് കംപ്ലീറ്റ് ആവും അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ എന്റെ പൂച്ച അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് റോയിൽ നമ്മൾ എന്റെ തത്ത കാണുന്നില്ലേ? എന്റെ ആടിനായിരുന്നു മിസ് താഴെ എഴുതിയത്. എന്റെ ആട്. ഇതാണ് താഴെ എഴുതിയത് കേട്ടോ. ആട് എഴുതിയോ? അപ്പൊ മിസ് ഒന്നുകൂടി വായിക്കാം. എന്റെ പൂച്ച, എന്റെ തത്ത, എന്റെ മുയൽ, എന്റെ പട്ടി, എന്റെ ആട്. അത് കംപ്ലീറ്റ് ആയി. അപ്പൊ എന്റെ എന്ന് പറഞ്ഞത് എന്തിനാ? നിങ്ങൾക്ക് എത്രമാത്രം വളർത്തുമൃഗങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ചേറെ വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം നമുക്കൊന്ന് വായിക്കണം അല്ലേ? എല്ലാവർക്കും കംപ്ലീറ്റ് ആയോ? ആരെങ്കിലും ഒരാളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. നോക്കട്ടെ എല്ലാവരും കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ഓക്കെ ഫിനിഷ് ആയോ മഹദിയ? ഫിനിഷ് ആണോ മോളെ? മഹദിയ എഴുതിക്കോ. എന്തേ മാറ്റി? ഓക്കെ ആരാ വായിക്കുന്നേന്ന് ഫസ്റ്റ്? ഓക്കെ നൈജൽ വായിക്കോ. നൈജൽ വായിക്കേ. അത് മാത്രല്ല, അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ആ വർക്ക് ഫസ്റ്റ് മുതൽ, അതായത് പേജ് നമ്പർ 58 നമ്മൾ 58 മുതൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് വരുവാണ് അല്ലേ? അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തതൊന്ന് വായിച്ചു തന്നെ മിസ്സിന്. നൈജല് ഇപ്പൊ എഴുതിയത് കാണിക്കാം. അപ്പൊ ഈ ആട് എന്നുള്ള ഞാൻ താഴെ എഴുതിയാണ് മക്കളെ. ആദ്യത്തെ രണ്ടേന്ന് എഴുതണ്ടേ ഫസ്റ്റ് വരിയില്. അപ്പൊ കഥ വായിച്ചില്ലേ കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാകും, അവിടുന്ന് മുതൽ നമ്മുടെ വർക്കുകൾ ഉണ്ട് അല്ലേ? നൈജൽ വായിച്ചേ. നൈജലിന് ഇപ്പം വായിക്കണ്ടേ? നെക്സ്റ്റ് ആരോമൽ ഒന്ന് വായിച്ചേ മോനെ. ആരോമൽ വായിക്കട്ടെ. ആരോമൽ എന്റെ പൂച്ച. അതല്ല മോനെ, ഞാൻ ഫസ്റ്റ് വർക്ക് മുതലാ പറയുന്നത്. പേജ് നമ്പർ 58 കഥ വായിച്ചില്ലേ കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാകും, അവിടുന്ന് മുതൽ വായിച്ചേ. കഥ വായിച്ചില്ലേ കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാവും, അത് മോൻ വായിക്കണ്ട. അതിൽ നമ്മൾ ചെയ്തത് വായിച്ചാൽ മതി. കടുവ, മുയൽ, കുരങ്ങ്, കരടി, ആന, ആൻ, കുറുക്കൻ, പുലി, കാട്ടുപോത്ത്, കഴുത, മൂങ്ങ, ഏതൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലേ, ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ എഴുതിയത്? ഗാത്രി ഒന്ന് വായിച്ചേ മോളെ. നെക്സ്റ്റ് പേജില് 59 കാട്ടിലെ രാജാവായ ഡേഷ്, അവിടെ എന്താ ഫില്ല് ചെയ്തേ? സിംഹം മരിച്ചു. നെക്സ്റ്റ് മൃഗങ്ങൾ ഒത്തുകൂടി. അത് വായിച്ചേ. മൃഗങ്ങൾ ഒത്തുകൂടി. സൂത്രക്കാരനായ കുറുക്കൻ സദസ്സിലേക്ക് വന്നു. അടുത്തതോ? കരിയിലെ
ഏറ്റവും വലിയ ജീവിയാണ് ഞാൻ. ആരാ പറഞ്ഞത്? ആന. ആന പറഞ്ഞു. നെക്സ്റ്റ്, മരം ചാടി നടക്കുന്ന ഡേഷ്. ആര്? അത് കേട്ട് വാൽ പൊക്കി. കൊമ്പും നിറയെ പുള്ളികളുമുള്ള ആര്? മാൻ. മാൻ തല ഉയർത്തി നോക്കി. കാട്ടിലെ ഓട്ട മത്സരത്തിൽ ഡേഷിനെ തോൽപ്പിച്ച, ആരെ തോൽപ്പിച്ചേ? ആമ മുയലിനെ തോൽപ്പിച്ച ആര്? ആമ. ആമ ഇഴഞ്ഞു മുന്നോട്ട് വന്നു, അല്ലെ? അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ ഇഷാൻ, ഓക്കെ ഇഷാൻ. ഇഷാൻ ഒന്ന് വായിച്ചെന്നാല് ആദ്യം മുതലൊന്ന് വായിച്ച. കാട്ടിലെ രാജാവ്, കാട്ടിലെ രാജാവായ മുതൽ വായിച്ചേ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചു. മൃഗങ്ങൾ ഒത്തുകൂടി. സൂത്രക്കാരനായ കുറുക്കൻ സദസ്സിലേക്ക് വന്നു. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഞാൻ, ആന പറഞ്ഞു. മരം ചാടി നടക്കുന്ന കുരങ്ങൻ അതു കേട്ടു വാൽ പൊക്കി. കൊമ്പും നിറയെ പുള്ളികളും ഉള്ള മാൻ തലയുയർത്തി നോക്കി. കാട്ടിലെ ഓട്ട മത്സരത്തിൽ മുയലിനെ തോൽപ്പിച്ച ആമ ഇഴഞ്ഞു മുന്നോട്ട് വന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തതാ ഗൗരി കണ്ട് വായിച്ചേ. അടുത്ത ഇത് ചേരുംപടി ചേർക്കാം. സിംഹം ഗർജിച്ചു. ആന 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 ചിഹ്നം വിളിച്ചു. കുറുക്കൻ ഓരിയിട്ടു. കഴുത കഴുത എന്ത് ചെയ്തു? കഴുത എന്ത് ചെയ്തു മോളെ? കരഞ്ഞു. കരഞ്ഞു. മൂങ്ങ മൂളി. ഓക്കെ, അത്രയാണ് അത്. എല്ലാവരും ഫിനിഷ് ആവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഇത് ഞാൻ വായിപ്പിക്കുന്നേ. അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, മാതൃക പോലെ മാറ്റി എഴുതാന്നുള്ള. നെക്സ്റ്റ് ഗോഡ്വിൻ ഒന്ന് വായിച്ചേ. ഓക്കെ, അമ്ന, അമ്നേനൊന്ന് വായിപ്പിക്കട്ടെ. കുറെ സമയമായി വിളിച്ചു പോവേന്ന് ഗോഡ്വിൻ. ഗോഡ്വിൻ എന്റെ അമ്മേ. അമ്ന ഫാത്തിമ വായിക്കേ. അതല്ലടാ, തൊട്ടിപ്പുറത്ത് നമ്മൾ ഇന്ന് ചെയ്ത വർക്കുകളാ ഞാൻ പറഞ്ഞു. എത്തി, അവിടെ എത്തി. സിംഹം മട. സിംഹത്തിന്റെ മട. മട. സിംഹത്തിന്റെ മട. നെക്സ്റ്റ് കുറുക്കൻ കൗശലം. കൗശലം. കുറുക്കന്റെ കൗശലം. മുയലിന്റെ ചെവി. മാൻ കൊമ്പ്. മാനിന്റെ കൊമ്പ്. അങ്ങനെ വായിക്കും. ആനയുടെ തുമ്പിക്കൈ. തുമ്പിക്കൈ. പുലിയുടെ നഖം. കടുവയുടെ കടുവയുടെ അല്ല, കടുവയുടെ ചാട്ടം. മുതലയുടെ കണ്ണി. ഓക്കെ, നെക്സ്റ്റ് അടുത്താരാ? അർജുൻ. ഓക്കെ, അർജുനറ്റി വേണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നു. ഓക്കെ, അഫ്രിൻ. അർജുന അവസരം കളയാണ്.
ഓക്കെ. അപ്പൊ എന്തൊക്കെയാ നമ്മളിപ്പോ പഠിച്ചത്? കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ? കഥ വായിച്ചില്ലേ? കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാവും? കാട്ടിലെ മൃഗങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട് നമ്മള്. നാട്ടിൽ, അതായത് നമ്മുടെ വളർത്തു ജീവികളുടേതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാട്ടിലെ രാജാവാണ്, സൂത്രക്കാരനായ മൃഗം ഏതാണ് അല്ലെ? കൊമ്പും നിറയെ പുള്ളികളുമുള്ള മൃഗം ഏതാണ്? കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. ഓക്കെ, ഇതൊക്കെ കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് 17ാമത്തെ ലെസൺ ആണ് പഠിക്കേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് മക്കള് വായിപ്പിക്കണം. ഇപ്പൊ എല്ലാവരും ശരിക്കും വായിപ്പിക്കേണ്ടതാണിത്. ഒരുപാട് നമുക്ക് വായിക്കാനുണ്ട് ഇതില്. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിലേക്ക് മക്കള് നന്നായിട്ട് ഇത് വായിച്ചിട്ട് വരണേ. ടെക്സ്റ്റും വായിക്കണം, അതുപോലെ ഈ നമ്മൾ എഴുതിയ വർക്കുകളൊക്കെ വായിക്കണം നല്ല വൃത്തിക്ക് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഡിക്റ്റേഷൻ ഉണ്ടോ, കുറച്ച് വേർഡ്സ്. കഴിഞ്ഞ ഡിക്റ്റേഷൻ തെറ്റിയവരൊക്കെ അത് പഠിച്ചിട്ടുണ്ടോ മക്കളെ? കുറച്ച് ടഫ് വേർഡ്സ് ആയിരുന്നു. ഗാന്ധിജി, സ്വാതന്ത്ര്യം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ മക്കളെ? അതിനുശേഷം അത് എഴുതിയോ? ഇല്ല അല്ലെ? എഴുതുന്നുണ്ടോ? അക്ഷരദീപം എത്ര വരെ എത്തി മോളെ മക്കളെ? അക്ഷരദീപം ബുക്ക് എല്ലാവരും എഴുതുന്നുണ്ടോ? ഇനി ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അക്ഷരദീപം എഴുതുന്നതിന്റെ ഫോട്ടോ അന്നൊന്ന് സെൻഡ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഒരു പേജ് ഓക്കെ എഴുതണം കൃത്യമായിട്ട് കേട്ടോ. അതുപോലെ നമ്മള് ഡിക്റ്റേഷൻ നിങ്ങളെ വേർഡ്സ് എങ്ങനെയെന്നറിയോ എഴുതി പഠിക്കണേ. കുറച്ച് ഇതിൽ ഇന്ന വേർഡ്സ് ഞാൻ പറയുന്നില്ല, നിങ്ങളത് നോക്കി പഠിക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് ദിവസം ഒരു ഡിക്റ്റേഷൻ ഇടാം ആ ഒരു പാഠത്തിലെത്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നെക്സ്റ്റ് ലെസൺ എന്താണ്? പാഠം 17 ഒന്നിച്ചൊന്നായി മുന്നേറാം അല്ലെ? ഒന്നിച്ചൊന്നായി മുന്നേറാം. എന്താ ചെയ്യണ്ടേ? ഒന്നിച്ച് നമുക്ക് ഒരുപോലെ മുന്നേറാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? ഐകമത്യം മഹാബലം, ഒരുമ തന്നെ പെരുമാന്നൊക്കെ പറയുന്ന പോലെ അല്ലെ? അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം മക്കള്? അക്ഷരദീപം എഴുതിയതിന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ഇപ്പൊ കുറെ കുട്ടികൾ എനിക്ക് ചെയ്ത് തരുന്നുണ്ട്. ചില കുട്ടികള് ചിലവരെ ഇത് എഴുതുന്നേ ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നമുക്ക് ഏകദേശം ഇപ്പം അവസാനം എത്താനായത്. നിങ്ങൾ കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കണേ അക്ഷരദീപം. സ്കൂൾ വരുമ്പോ കൊണ്ടുവരണേ കേട്ടോ. നമുക്ക് അന്നേരം ചെക്ക് ചെയ്യാം കുറച്ചായിട്ട്. അന്ന് നമ്മൾ അക്ഷരദീപം നിങ്ങൾ ആരും കൊണ്ടുവന്നില്ല അല്ലെ? നമ്മൾ നോട്ട്ബുക്ക് കുറെ പേരുന്നത് ചെക്ക് ചെയ്തു. ചിലവര് നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലില്ല അല്ലെ? കുറെ പേര് കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്താണ് അക്ഷരദീപം എത്ര പേജ് എഴുതണം? അക്ഷരദീപം എത്ര? നിങ്ങൾ ഒരു ദിവസം ഒരു പേജ് എഴുതിയാൽ മതി, എന്നാൽ തന്നെ അത് തീരാറായി അല്ലെ? ഒരു പേജ്. ഇപ്പൊ നിങ്ങൾ ഏതാ എഴുതുന്നത്? കൊറേ എത്തി അല്ലേ? 23 എല്ലാം എത്തി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു പേജ് എഴുതിയാൽ മതി ഒരു ദിവസം. 7 എത്തി അല്ലേ? ടോട്ടൽ എത്ര പേജ് ഉണ്ട് അതില്? 40 പേജ് ഉണ്ടോ? ഓക്കെ, എന്നാ കുറച്ചുകൂടി എഴുതണം. അതെല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും ഏകദേശം ഒരേ രീതിയിൽ എഴുതി വാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ദിവസം നമുക്ക് ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന ലെസൺ എടുക്കാം അല്ലെ? ഇനിയിപ്പോ അത്രയേ ഉള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കുറച്ച് മുന്നേ കയറി ഇരുന്നിട്ടുണ്ട്, കാരണം എന്റെ ക്ലാസ് 2:30ക്കാണ് കട്ടാവേണ്ടത്. ഇപ്പൊ 10 എത്രയായി? 20 ആവണത്രേ. 20 ആവാറായാലേ ഉള്ളൂ. നൈജൽ എന്താ നേരത്തെ വായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളെ കണ്ടില്ലല്ലോ നൈജല്? എവിടെയായിരുന്നു? പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയോ? പിന്നെ ആളെ കണ്ടില്ല.
ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് നന്നായി വായിക്കണേ. അടുത്ത ക്ലാസ്സിൽ ഒരു ഡിക്റ്റേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റിലത്തെ കുറെയൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. എന്തൊക്കെയുണ്ട് ഇതില്? ആന, കുറുക്കൻ, സിംഹം, അല്ലേ? അങ്ങനെ കുറെ വേർഡുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. മൃഗങ്ങൾ, പിന്നെ ആര്? മുയൽ, ആമ. എന്റെ ഏട്ടന് ക്ലാസ് ഉണ്ട്, ഞാൻ ലീവ് അടിക്കട്ടെ? ലീവ് ചെയ്തോ സമയത്ത്. സമജിനില്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് എടുക്കാം അല്ലെ മക്കളെ? പിന്നെ പുതിയ ലെസൺ അന്നേരം എടുക്കാം അടുത്ത ക്ലാസ്. നമുക്ക് ഇനിയുണ്ട് കുറച്ച് ലെസണും കൂടെ അല്ലേ? ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ, സി യു. ബൈ ബൈ. ബൈ. ഓക്കെ. ബൈ.